രവി, അവൾ പതിവിലും തീവ്രമായി രവിയെ വിളിച്ചു. എന്തേ എന്തേ മോള് വിളിച്ചോ എന്നെ? ഭാര്യയുടെ നിറകിൽ തലോടിക്കൊണ്ട് രവി ചോദിച്ചു. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് തൻ്റെ പ്രിയതമ രമ. രമയും രവിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. കുട്ടികളൊന്നും ആയിട്ടില്ല. അതിനിടയ്ക്കാണ് ഒരു ആക്സിഡൻറ്റ് പറ്റി രമ കിടപ്പിലാവുന്നത്. സീരിയസ് ആണ്. ഒരുപാട് കാലം ഇനി ഉണ്ടാവില്ല. ഡോക്ടർമാർ വിധി എഴുതി. രവിയുടെ സ്നേഹത്തിൻ്റെ പുറത്താണ് രമ ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. എങ്കിലും ഏത് നിമിഷവും മരണം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അവളോട് കൂടുതൽ ഇഴുകിച്ചേരാനാണ് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം താൻ ഒരുപാട് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചതാണ് തൻ്റെ ഭാര്യ രമയെ. അവളെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. അവൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു കുഞ്ഞിനെ പോലെ വാരിക്കൊടുത്തും കോരിക്കൊടുത്തും കുളിപ്പിച്ചും അവളെ തൊട്ടും തലോടിയും അദ്ദേഹം പ്രാണന് തുല്യമായി കൊണ്ടു നടക്കുകയാണ്. കണ്ടു നിൽക്കുന്ന ഏവരും പറയാറുണ്ട് രമയുടെ ഭാഗ്യമാണ് രവിയെന്ന്. രമയ്ക്ക് അച്ഛനും അമ്മയും ഒരു അനുജത്തിയും കൂടി ഉണ്ട്. അനുജത്തി പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അനുജത്തി ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെ കാണാൻ വരാറുണ്ട്. ചേച്ചിക്ക് കരുതലാകാൻ അമ്മയും അച്ഛനും അനിയത്തിയും എപ്പോഴും ഒപ്പം ഉണ്ട്. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലായി. രമയുടെ കാര്യങ്ങളൊക്കെ രവി നോക്കി വരികയാണ്. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കൂട്ടുകാരെ കണ്ടുമുട്ടാറുണ്ട്. കൂട്ടുകാർ തമാശയ്ക്ക് കളിയാക്കും. നീ എന്തിനാടാ ഈ അസുഖമുള്ള ഭാര്യേനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വേറെ ഏതെങ്കിലും നല്ല പെൺപിള്ളേരെ നോക്കി കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ നോക്ക്. അപ്പോൾ രവി പറയും, നിങ്ങളുടെ ഭാര്യയ്ക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം നോക്കി പോകുമോ? നിങ്ങളങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. എന്നെക്കൊണ്ടത് പറ്റില്ല. കാരണം ഞാൻ അത്രത്തോളം ജീവന് തുല്യം അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രവി അപ്പോഴേ അവിടെ നിന്നും വീട്ടിലേക്ക് പോരുന്നു. വീട്ടിൽ വന്നപ്പോൾ രവിയുടെ മുഖത്തെ മാറ്റം രമ ശ്രദ്ധിച്ചു. എന്ത് പറ്റി രവിയേട്ടാ? ഒന്നുമില്ല മോളെ, നീ കഴിച്ചായിരുന്നോ? ഞാൻ എടുത്തു വെച്ചായിരുന്നു. അവളുടെ കൈവാക്കിലാണ് അവൻ ഇല്ലാത്തപ്പോഴൊക്കെ ആഹാരം എടുത്തു വെച്ചിട്ട് അവൻ പോകുന്നത്. കാരണം അവൾക്ക് വിശക്കുമല്ലോ. ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ ചെത്തി വൃത്തിയാക്കി അവളുടെ കൈവാക്കിന് തന്നെ വെച്ചേക്കും, എടുത്ത് കഴിക്കാൻ പാകത്തിന്. പിന്നെ നോക്കാനും കാണാനും ആളുണ്ടെങ്കിലും രമയ്ക്ക് എപ്പോഴും രവി തന്നെ അടുത്ത് വേണം. നീ എത്ര ജന്മം ജനിച്ചാലും എൻ്റെ ഭർത്താവായിട്ട് രവി തന്നെ ആയിരിക്കണമെന്നാണ് അവളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും എല്ലാം. പലപ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ലോകത്ത് ഒരു ഭാര്യയ്ക്കും കിട്ടാത്തത്രയും സ്നേഹം അദ്ദേഹം തനിക്ക് തരുന്നുണ്ട്. തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ദൈവം അതിനുള്ള ഭാഗ്യമോ യോഗമോ തനിക്ക് തന്നില്ല. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ആയേനെ. ഇതതുമില്ല. പലപ്പോഴും രമ രവിയോട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കണം. എൻ്റെ രവിയേട്ടൻ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ജീവിക്കണം. അവൾ കണ്ണീരണിഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ രവിയേട്ടൻ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ രവിയേട്ടൻ വേറൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കണം. വിവാഹം കഴിച്ച് നിങ്ങൾ സുഖമായി ജീവിക്കണം. ഇക്കാലം അത്രയും നിങ്ങൾ എന്നെ നോക്കി നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി. ഇനി അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നാളത്തെ അവളുടെ കരച്ചിലും കണ്ണുനീരും സഹിക്കാൻ വയ്യാതെ രവിക്ക് സത്യം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്കൊന്നും സംഭവിക്കില്ല. നീ എന്നും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, രവി ആശ്വസിപ്പിച്ചു. കാലം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. രമ മരണപ്പെട്ടു. കാരണം അധിക നാളില്ലെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്നു. രവിക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അദ്ദേഹം നന്നായിട്ട് മാനസികമായി തളർന്നു. ആ സമയത്ത് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് രമയുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അസുഖം ബാധിച്ചതിന് ശേഷം രവിയുടെ വീട്ടുകാർ രവി ഇങ്ങനെ നോക്കി സമയം കളയുന്നത് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. അവരോട് വഴക്കിട്ടിട്ടാണ് വേറൊരു വീട് വാടകയ്ക്കെടുത്ത് രമയെ രവി പൊന്നുപോലെ നോക്കിയത്. ഇപ്പോൾ എല്ലാവരും ഒഴിഞ്ഞ അവസ്ഥയിലായിരുന്നു രവിയുടെ ജീവിതം. പക്ഷേ രമയുടെ വീട്ടുകാർ എപ്പോഴും രവിക്ക് സപ്പോർട്ടും സ്നേഹവും കൊടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. മോൻ ഇനി ആ വീട്ടിൽ താമസിക്കേണ്ട, വാടക വീട് ഒഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വരൂ, അച്ഛൻ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങളെ മോളെ പൊന്നുപോലെ നോക്കിയവനാണ് നീ. നിന്നെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്കാകില്ല. അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം വരണം. അങ്ങനെ രവി സാധനങ്ങളുമായിട്ട് രമയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് പോയി.
അവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന് ഒരു വീർപ്പ് മുട്ടലായിരുന്നു. രമയില്ലാത്ത വീട്, രമയില്ലാത്ത പുതിയ ജീവിതം, അതൊക്കെ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം, ജോലി ചെയ്ത് നന്നായിട്ട് ജീവിക്കണം, രമയുടെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കണം, അനിയത്തിയെ കല്യാണം കഴിച്ച് വിടണം. ഇതൊക്കെയായിരുന്നു രവിയുടെ പിന്നീടുള്ള ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും.